ഞെട്ടിച്ച് വീണ്ടും സദാചാര പോലീസിംഗ് എന്ന സാമൂഹിക വിപത്ത് അരങ്ങ് തകർത്തിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ കായലോട് പറമ്പായിൽ ഭർത്തൃമതിയായ റസീന എന്ന യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണ് റസീന ആത്മഹത്യ ചെയ്തതെന്ന ആത്മഹത്യാക്കുറിപ്പിലെ സൂചനകൾ പോലീസ് അന്വേഷണത്തിന് തന്നെ പുതിയ മാനം നൽകിയിട്ടുണ്ട്. എന്നാൽ യുവതിയുടെ മരണത്തിന് കാരണം ആൺസുഹൃത്താണെന്ന വാദവുമായാണ് അമ്മ രംഗത്ത് വന്നിരിക്കുന്നത്. റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിണറായി പോലീസ് SDPI പ്രവർത്തകരായ പറമ്പായിയിലെ MC മൻസിലിൽ VC മുബഷീർ, കണിയാന്റെ വളപ്പിൽ KA ഫൈസൽ, VK റഫ്നാസ് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവർ നിലവിൽ റിമാൻഡിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് കായലോട് അച്ചങ്കര പള്ളിക്കു സമീപം കാറിനരികിൽ റസീന തന്റെ ആൺസുഹൃത്തുമായി സംസാരിച്ചു നിൽക്കുന്നത് ഇവർ ചോദ്യം ചെയ്തതാണ് സംഭവങ്ങളുടെ എല്ലാം തുടക്കം. റസീനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഒപ്പമുണ്ടായിരുന്ന മയിൽ സ്വദേശിയായ യുവാവിനെ പ്രതികൾ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നും ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്തിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. SDPI ഓഫീസിലേക്ക് യുവാവിനെ കൊണ്ടുപോയ ശേഷം ഇരുവിഭാഗം ആളുകളുടെയും ബന്ധുക്കളെ വിളിച്ചു വരുത്തി. രാത്രി വൈകിയാണ് യുവാവിനെ വിട്ടയച്ചതും. സംഭവത്തിൽ യുവാവിന്റെ ഫോണും ടാബും പ്രതികൾ കൈക്കലാക്കിയിരുന്നു. ഇത് പിന്നീട് പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണത്തെക്കുറിച്ച് യുവാവ് പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. റസീനയുടെ ആത്മഹത്യാക്കുറിപ്പാണ് പോലീസിന്റെ നടപടികളിലേക്ക് നയിച്ചത്. തലശ്ശേരി SP-യുടെ മേൽനോട്ടത്തിൽ കേസിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം യുവതിയുടേതാണെന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. ആത്മഹത്യ ചെയ്ത റസീനയുടെ ആൺസുഹൃത്തിന്റെ മൊഴിയെടുക്കാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുമുണ്ട്. സംഭവത്ത് റസീനയോടൊപ്പം ഉണ്ടായിരുന്ന ഇദ്ദേഹം നിലവിൽ ഒളിവിലാണ്. പോലീസിന് ഇദ്ദേഹത്തെ പല തരത്തിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ യുവാവാണ് മകളുടെ മരണത്തിന് ഉത്തരവാദി എന്ന വാദവുമായി റസീനയുടെ അമ്മ രംഗത്ത് വന്നുവെന്നത് കേസിൽ പുതിയ വഴിത്തിരിവുമാണ്. റസീനയുടെ പണവും സ്വർണവും ഈ യുവാവ് തട്ടിയെടുത്തെന്നും പോലീസിൽ അറസ്റ്റ് ചെയ്തവർ നിരപരാധികളാണെന്നും റസീനയുടെ മാതാവ് പറയുന്നു. സദാചാര പോലീസിംഗ് നടന്നിട്ടില്ലെന്നും അറസ്റ്റിലായവരെല്ലാം റസീനയുടെ ബന്ധുക്കളാണെന്നുമാണ് മാതാവ് പറയുന്നത്. ആത്മഹത്യ ചെയ്ത റസീനയുടെ ആൺസുഹൃത്തിന്റെ മൊഴിയെടുക്കാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. സംഭവ സമയത്ത് റസീനയോടൊപ്പം ഉണ്ടായിരുന്ന ഇദ്ദേഹം ഇപ്പോൾ ഒളിവിലെന്ന പോലെയാണ്. പോലീസിന് ഇദ്ദേഹത്തെ പലതരത്തിലും ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്നാൽ ഈ യുവാവാണ് മകളുടെ മരണത്തിന് ഉത്തരവാദി എന്ന വാദവുമായി റസീനയുടെ അമ്മ രംഗത്ത് വന്നുവെന്നത് കേസിൽ പുതിയൊരു വഴിത്തിരിവ് തന്നെയാണ്. റസീനയുടെ പണവും സ്വർണവുമാണ് നേരത്തെ പറഞ്ഞതുപോലെ യുവാവ് തട്ടിയെടുത്തത് എന്ന രീതിയിൽ അമ്മ മുന്നിട്ട് വന്നത്. സംഭവത്തിൽ ആൾക്കൂട്ട വിചാരണയെയും സദാചാര ഗുണ്ടായിസത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി രംഗത്ത് വന്നിരുന്നു. കായലോട് നടന്നത് താലിബാനിസം ആണെന്ന് PK ശ്രീമതി ആരോപിച്ചിരുന്നു. തന്റെ ഭർത്താവല്ലാത്ത ആളോട് ഒരു മുസ്ലിം യുവതി സംസാരിക്കാൻ പാടില്ലെന്ന ചിലരുടെ ചിന്താഗതിയാണ് യുവതിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭീകരത കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന സംഭവമാണിത്. ആത്മഹത്യ എന്ന പേര് പറയാമെങ്കിലും നടന്നത് ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ്. PK ശ്രീമതി ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ ഒരു ആൺകൂട്ടത്തിന്റെ മുൻപിൽ പെൺകുട്ടി അപമാനിതയായി, ജീവിച്ചിരിക്കാൻ തോന്നാത്ത വിധം മാനസികമായി പീഡനത്തിന് വിധേയമായി. നിയമം കയ്യിലെടുക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? PK ശ്രീമതി ചോദിച്ചതായിരുന്നു ഇങ്ങനെ. ഒരു പാവം സഹോദരനും സഹോദരിക്കും നേരെ വ്യക്തിഹത്യ നടത്തുന്നത് അതിഭീകരമാണ്. 3 പേരെയല്ല, മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണം. ഏത് സംഘടനയായാലും ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയരുത്. അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടത് ആവശ്യമാണ്. അല്പമെങ്കിലും സംസ്കാരമുണ്ടെങ്കിൽ ഇതിനോട് യോജിക്കാൻ കഴിയില്ല. PK ശ്രീമതി തന്റെ ശക്തമായ നിലപാട് വ്യക്തമാക്കി. റസീനയുടെ അച്ഛനും അമ്മയും CPM അംഗങ്ങളാണ്. ഇവർ ഇരുവരും പാർട്ടിയോട് കൂറ് പുലർത്തണമെന്നുമാണ് പറയുന്നത്. എന്നാൽ PK ശ്രീമതിയുടെ വാദത്തെ തള്ളുന്ന നിലപാടാണ് യുവതിയുടെ അമ്മ സ്വീകരിക്കുന്നതെന്ന് ഈ വിഷയത്തിലെ CPM പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതകളിലേക്കും ചൂണ്ടിക്കാട്ടുന്നു. CPM അംഗങ്ങളായ മാതാപിതാക്കളുടെ വാദമനുസരിച്ച് സദാചാര ഇടപെടൽ ഉണ്ടായിട്ടില്ല. എന്നാൽ റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സദാചാര ആക്രമണത്തെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ഉണ്ടെന്ന് പോലീസ് പറയുന്നു. ഈ വൈരുദ്ധ്യം അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. സദാചാര പോലീസിംഗ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയിലാണുള്ളത്. നിയമം കയ്യിലെടുത്ത് വ്യക്തികളെ ചോദ്യം ചെയ്യാനും ആക്രമിക്കാനുമുള്ള ഈ പ്രവണത ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കടന്നുകയറ്റം തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ ഭീതിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആൾക്കൂട്ടത്തിനോ ഏതെങ്കിലും സംഘടനകൾക്കോ അധികാരമില്ല. ഈ കേസിൽ ആത്മഹത്യാക്കുറിപ്പ് സദാചാര പോലീസിംഗ് നടന്നു എന്നതിന് വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുകയാണ്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റും തുടരന്വേഷണവും നടക്കുന്നത്. റസീനയുടെ കുടുംബം ആൺസുഹൃത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ശ്രമിക്കും.
ഒളിവിൽ പോയ ആൺസുഹൃത്തിനെ കണ്ടെത്തി മൊഴിയെടുക്കുന്നതും റസീനയുടെ ആത്മഹത്യാക്കുറിപ്പ് ശാസ്ത്രീയമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതും കേസിന്റെ ഭാവിക്ക് നിർണായകമാകും. ഈ സംഭവം കേരള സമൂഹത്തിൽ വലിയ ചർച്ചകൾ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സദാചാര പോലീസിംഗിനെതിരെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റങ്ങൾക്കെതിരെയും ശക്തമായ പൊതുബോധം രൂപപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഇന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിയമം കയ്യിലെടുക്കുന്ന ഇത്തരം പ്രവണതകളെ സമൂഹം ഒറ്റക്കെട്ടായി ചെറുക്കേണ്ടതുണ്ട്. പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതും അനിവാര്യമാണ്.